ചർച്ചയിലേക്ക് കടക്കുകയാണ്. ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ്. കോൺഗ്രസിൽ നിന്ന് എം ലിജു, BJPയിൽ നിന്ന് പ്രിൻറ്റു മഹാദേവ് എന്നിവരാണ്. ആദ്യം ലിജുവിലേക്കാണ്. ലിജു ആദ്യഘട്ടത്തിൽ ടെലിഫോൺ ലൈനിലാണെന്നാണ് കരുതുന്നത്. ലിജു കേൾക്കാമല്ലോ? കേൾക്കാം. വിജിലൻസ് കോടതി ഉത്തരവിനോട് കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? മാത്യു കൊൾനാടിന്റെ പ്രതികരണം മാത്രമേ ഇതുവരെ കണ്ടുള്ളൂ. വിജിലൻസ് കോടതി ഉത്തരവ് ഞാനിപ്പോ ആദ്യഘട്ടത്തിൽ ജഡ്ജ്മെന്റിലൂടെ കടന്നുപോയപ്പോൾ അത് സാങ്കേതികമായ ഒരു ഉത്തരവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മാത്യു കുഴൽനാടൻ ഈ ഒരു കേസിനെ സമീപിച്ചത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ അന്വേഷണം നടത്തുന്നതിന്റെ ആദ്യത്തെ ഒരു സാങ്കേതിക പ്രശ്നം, എപ്പോഴും സർക്കാർ തന്നെ അനുമതി നൽകിയെങ്കിൽ മാത്രമേ ഇത്തരം പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടക്കുകയുള്ളൂ. അപ്പൊ മുഖ്യമന്ത്രി തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ അനുമതി നിഷേധിക്കുന്നതുകൊണ്ട് വർഷങ്ങളോളം കേസുകൾ പെൻഡിങ് ആവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് മാത്യു ഈ വിഷയത്തിൽ കോടതി തന്നെ CRPC 200 പ്രകാരമുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ കാരണം അതാണ്. അപ്പോ ഇതിൽ ഈ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് വിവിധ ഘട്ടങ്ങൾ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോ 2019 തന്നെ ലീസുകൾ റദ്ദാക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. നിരവധി ഹെക്ടറോളം സ്ഥലം. പക്ഷേ കോടതി ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. മാത്യു കേസ് ഫയൽ ചെയ്തതിനു ശേഷം മാത്രമാണ് 2019 തന്നെ റദ്ദാക്കേണ്ട ലീസുകൾ 2023 കേസ് ഫയൽ ചെയ്ത ശേഷമാണ് ഇവിടെ റദ്ദാക്കപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ CMRL ഈ തോട്ടപ്പള്ളി ഖനനം മൂലം ഇൽമനേറ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അതിനെ തികച്ചും സാങ്കേതികമായിട്ടാണ് കണ്ടത്. അത് കൂടുതൽ കാര്യങ്ങൾ, അത് വില കുറച്ചാണോ ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കോടതി ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അത് നടക്കണമെന്നുണ്ടെങ്കിൽ അന്വേഷണം നടക്കണ്ടേ? ഒരു ലേമാൻ എങ്ങനെയാണ് ഇതിന്റെ കൂടുതലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ മാത്യു അതിൽ തന്നെ പരമാവധി രേഖകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ടിയ അവിടെ ഒരു വിഷയം കാണുന്നുണ്ട്. വലിയ തോതിൽ ഇൽമനേറ്റ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി തോട്ടപ്പള്ളിയിൽ നടത്തിയ അനധികൃത ഖനനത്തിലൂടെ അവർക്ക് ഇൽമനേറ്റ് ലഭ്യമാകുന്ന സാഹചര്യം കോടതി കണ്ടില്ല. കോടതി അതിന്റെ മെറിറ്റിൽ തന്നെ, തുടക്കത്തിൽ തന്നെ അത്രയും ഡീപ്പായി എല്ലാം പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കി ആ കേസ് തള്ളുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണോ? സമയം എടുത്തുകൊണ്ടാണല്ലോ ആദ്യം കോടതി പറയുന്നു രേഖകൾ ഹാജരാക്കൂ. കോടതി എത്ര സമയം എടുത്തു എന്നുള്ളതല്ല പ്രശ്നം, കോടതിയിൽ എത്രമാത്രം ഡീപ്പായി കാര്യങ്ങളെ കാണുന്നുണ്ടെന്നുള്ളതാണ്. ശരി ലിജു, ഒരു മിനിറ്റ് ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, പ്രഥമ ദൃഷ്ടിയാ തന്നെ 100 കോടിയോളം രൂപ മുഖ്യമന്ത്രി കൈപ്പറ്റിയെന്ന ആരോപണമുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്റ്റ് ആയി തന്നെ ബാങ്ക് അക്കൗണ്ടിലൂടെ പണം കൈപ്പറ്റിയ ഒരു കേസിൽ എല്ലാ തെളിവുകളും തുടക്കത്തിലേ ഇല്ല എന്ന് പറഞ്ഞൊരു കോടതി തള്ളിക്കളഞ്ഞാൽ പിന്നെ അന്വേഷണത്തിന് എന്താ പ്രസക്തി? മാത്യു ഉന്നയിക്കുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോവർ കോർട്ടിന്റെ വിധിയെ ഞങ്ങൾ അതിനെ ആ ഒരു തലത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. നിയമ പോരാട്ടം മുകൾ തട്ടിലേക്ക് പോകും. ഒരു സംശയവും വേണ്ട, ഈ കോടതി വിധി നിലനിൽക്കുന്നതല്ല. കോടതി ഒരു ശരിയായ ജഡ്ജ്മെന്റ് ആണ് ഈ വിഷയത്തിൽ പുറപ്പെടുവിച്ചെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ലിജു, ഇപ്പോൾ പല തവണയായി കോടതി രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു. രേഖകൾ ഹാജരാക്കുമെന്ന് കോടതി പറയുമ്പോൾ പല തവണയായിട്ടാണ് മാത്യു ഹാജരാക്കുന്നത്. അങ്ങനെ 5 രേഖകളെങ്കിലും ഹാജരാക്കിയെന്നാണ് പറയുന്നത്. ഈ രേഖകളിലൊന്നും തന്നെ മുഖ്യമന്ത്രി ആ തരത്തിൽ കോഴ കൈപ്പറ്റി എന്ന് തെളിയിക്കുന്ന വിവരങ്ങളില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ പരാമർശം, ഒരു മിനിറ്റ്, കോടതിയുടെ പരാമർശം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മാത്രം ഹർജി എന്നുള്ളതാണ്. അവിടെയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതി ചോദിക്കുന്നത്. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? കാരണം CMRL കോഴ നൽകിയിരിക്കുന്നത് ഒരാൾക്കല്ല എന്നുള്ള കാര്യവും ഇതിനകം പുറത്തു വന്നതാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയും മകളും മാത്രം ഈ കാര്യത്തിൽ പ്രതി എന്ന നിലയ്ക്ക് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു കക്ഷി കോടതിയിലേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതി സംശയിക്കുന്നു. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? എനിക്ക് പൂർണ്ണമായി സംസാരിക്കാൻ സമയം തരുമല്ലോ, ഞാൻ പറയാം. ഒന്ന്, മാത്യു കൊഴൽനാടൻ ഈ ഫ്രെയിം ചെയ്തിരിക്കുന്ന കേസിലെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് ഈ വസ്തുവിന്റെ ലീസാണ്. വൻതോതിൽ ഖനനത്തിനും ഖനന ഫാക്ടറി സ്ഥാപിക്കാനുമായി CMRL കമ്പനി കൈവശപ്പെടുത്തിയിരിക്കുന്ന ലീസ്. 2, തോട്ടപ്പള്ളിയിൽ നിന്നും അനധികൃതമായി നടത്തിയ ഖനനത്തിലൂടെ ലഭിക്കുന്ന ഇൽമനേറ്റ് CMRL കമ്പനിക്ക് KMML IRE നൽകുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ 2 പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ. അതിന്റെ ബെനിഫിറ്റ് ആയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും പണം കിട്ടിയെന്നാണ് മാത്യു മുന്നോട്ട് വെക്കുന്ന ആരോപണം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ വസ്തു റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് തന്നെ 2019 ഈ ലീസ് റദ്ദ് ചെയ്യാനുള്ള അന്തിമ തീരുമാനം വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആരാണ്? പിണറായി വിജയനാണ്.
ഇപ്പൊ മറ്റേതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇവരായിരിക്കുന്നില്ല. ഇവരാരോപിക്കപ്പെടുന്നത് പോലെ ഇപ്പൊ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരോ ആയിരുന്ന അധികാരത്തിലിരിക്കുന്നില്ല. അധികാരത്തിൽ ഇരുന്നുകൊണ്ട് 2019 സാഹചര്യത്തെ അട്ടിമറിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാൾ പിണറായി വിജയനാണ്. അതുപോലെ ഈ അനധികൃതമായ ഖനനം തോട്ടപ്പള്ളിയിൽ തുടർന്നു കൊണ്ടുപോകുവാനും അധികാരമുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആ അധികാരത്തിലിരിക്കുന്ന ആരാണ്? അതാണ് വിഷയം. അതെന്താ കോടതി കാണാഞ്ഞത്? ഇപ്പൊ കോടതി ചോദിക്കുകയാണ് 100 ബോഫോർസ്കിന്റെ ഡയറിയിൽ പണം രേഖപ്പെടുത്തിയതുകൊണ്ട് പണം രേഖപ്പെടുത്തിയതായി വരില്ല. ശരി, സമ്മതിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയ പണത്തിന്റെ കാര്യം എന്താ കോടതി കണക്കിലെടുക്കഞ്ഞത്? അപ്പൊ കോടതിയുടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതി ഇത്തരം പരാമർശങ്ങൾ തന്നെ കോടതിയുടെ ആ ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു വിലയിടിച്ച് കാണിക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്തരം അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശേഷി മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇല്ലാതിരിക്കെ അവരുടെ കാര്യം കൂടി പറയണമെന്നൊരു കോടതി പറഞ്ഞത് എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിജിലൻസ് കോടതി ജഡ്ജ്മെന്റ് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഇതിന്റെ മുകളിലേക്കുള്ള കോടതികളുണ്ട്, അവിടെ നിയമ പോരാട്ടം ഉണ്ടാകും. സുപ്രീം കോടതി വരെ നീളുന്ന നിയമ പോരാട്ടം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഈ കോടതി തുടക്കത്തിൽ തന്നെ എല്ലാ മെരിറ്റിലും കണ്ടത് രീതിയിൽ ഒരു വിധി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒട്ടും നീതിയുക്തമായ ഒരു ജഡ്ജ്മെന്റ് അല്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.